ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് മഴയുടെ വിവരങ്ങളുമായി ഷാജഹാൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷാജി, ആലപ്പുഴയിൽ മഴ എങ്ങനെയാണ് പെയ്യുന്നത്? ശക്തമായ മഴയുണ്ടോ? കുട്ടനാടൻ മേഖലയിലെ സാഹചര്യം എന്താണ്? മനു, ഇന്ന് രാവിലെ വരെ ശക്തമായ മഴയായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം, ഞാൻ കുടയൊന്നുമില്ല നിൽക്കുകയാണ്. മഴയൊന്നുമില്ല. ശക്തമായ മഴ ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ആലപ്പുഴയിലൊക്കെ തന്നെ ജില്ല പൂർണ്ണമായിട്ടും ഒരു വെള്ളക്കെട്ടിൻ്റെ രൂപത്തിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ കാലവർഷം കൂടി വരുമ്പോൾ എന്താകും സ്ഥിതി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്പം മുമ്പ് നമ്മുടെ മന്ത്രി സജി ചെറിയാൻ ആലപ്പുഴയിൽ പറഞ്ഞത് സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 3 ഇരട്ടി മഴ ലഭിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ കാലവർഷം കൂടി വരുമ്പോൾ ശക്തമായ മഴ ഉണ്ടാകും. പക്ഷേ എങ്കിലും ആ മഴയൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേയും അതോടൊപ്പം തന്നെ കായംകുളത്തും അതോടൊപ്പം തന്നെ ചേർത്തലയിലുമൊക്കെ തന്നെ പൊടികൾ കടലിലേക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ആശങ്ക അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതിനനുസരിച്ചുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ജില്ലയിൽ? തീർച്ചയായിട്ടും അത് തന്നെ അല്പം മുമ്പ് നമ്മോട് മന്ത്രി പറയുകയുണ്ടായി. 2-3 തവണ യോഗങ്ങൾ കൂടി അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിലവിൽ തിരഞ്ഞെടുപ്പ് ചട്ടം നിൽക്കുന്നത് കൊണ്ട് തന്നെ മന്ത്രിമാർക്ക് നേരിട്ടിടപെട്ടുകൊണ്ട് മീറ്റിംഗ് വിളിക്കാൻ കഴിയില്ല. മറ്റ് നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. 4-ാം തീയതിക്ക് ശേഷം എല്ലാ മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ രംഗത്ത് വന്നുകൊണ്ട് ഈ ശക്തമായിട്ടുള്ള കാലവർഷം വന്നാൽ പോലും അതിനെ അതിജീവിക്കത്തക്ക തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന വിവരം നമ്മൾക്ക്. അതോടൊപ്പം തന്നെ ജില്ലയിൽ മൊത്തത്തിൽ ഏതാണ്ട് 65 വീടുകൾ തകർന്നു. അതിൽ 5 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നു, 60 വീടുകൾ ഭാഗികമായി തകർന്നു. ഏതാണ്ട് 1150 പേരെയാണ് ഇന്നലെ രാത്രിത്തെ റിപ്പോർട്ടുകൾ വെച്ച് ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. 21 ക്യാമ്പുകളിലാണ്. കാർത്തികപ്പള്ളി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ പാർപ്പിച്ചിരിക്കുന്നത്. തീരദേശ മേഖലയിലും കടലാക്രമണമുണ്ട് എങ്കിലും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമില്ല. ക്യാമ്പുകളിലേക്ക് മാറേണ്ട കാര്യമില്ല. കുട്ടനാട്ടിലാണെങ്കിൽ പോലും വെള്ളക്കെട്ടുണ്ട്. AC റോഡിലൂടെ വാഹനങ്ങൾ ഗതാഗത തടസ്സമില്ലാതെ നീങ്ങുന്നുണ്ട്. ഇത്തരത്തിൽ ജില്ലയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എങ്കിൽ പോലും 1 മണിക്കൂർ മഴ മാറി എന്ന് കഴിഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിലൊക്കെ തന്നെ നേരിയ തോതിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ശരി, ആലപ്പുഴയിൽ നിന്നും ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു, പക്ഷേ ശക്തമായ മഴയാണ് രാവിലെയൊക്കെ പെയ്തത്. അതിന്റെ ഭാഗമായി തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. സാധാരണ ലഭിക്കേണ്ട മഴയുടെ 3 ഇരട്ടി മഴ ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി കാലവർഷം കൂടി എത്തുമ്പോൾ കൂടുതൽ മഴ സ്വാഭാവികമായും ലഭിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള മുൻകരുതൽ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഭരണകൂടം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിവരങ്ങളാണ് ഷാജി നൽകിയത്.